അസ്സലാമലൈക്കും. അനിയത്തിയും ഹസ്ബൻഡും ദുബായിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇതുവരെ മന്തി ഒന്നും ട്രൈ ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ അത് തന്നെ ആക്കാമെന്ന് കരുതി. അപ്പോൾ റെസിപ്പി നോക്കിയാലോ. ഞാൻ 10 പേർക്കുള്ള മന്തിയുടെ റെസിപ്പിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം സ്പൈസസും കൂടി ആഡ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ചൂടാവുക. അതിൻ്റെ കളറൊന്നും മാറാൻ പാടില്ല. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ കാണുന്ന സാധനങ്ങളൊക്കെ ചേർത്തൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ സ്പൈസസും ഒരു മാഗി ക്യൂബ് 1/4 കപ്പ് ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ മസാല ഒന്ന് മാറ്റി വെക്കണേ. അൽഫാം റെഡിയാക്കുന്നതിന് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ചിക്കൻ പീസസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് വരയിട്ട് കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നല്ല രീതിക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയിട്ടിട്ടുള്ളത്. ഇനി ഒരു 1 അവർ ഈ മസാല തേച്ചിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. നല്ല ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലിലേക്ക് തന്നെ ഈ ഇൻഗ്രീഡിയൻസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഹാഫ് പോർഷൻ ഒന്ന് മാറ്റി വെക്കുക. ഇനി അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഓരോ ലെയറിലും നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ക്യാപ്സിക്കത്തിൻ്റെ മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും മുകളിൽ നമ്മൾ കുറച്ച് പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുക. ചിക്കൻ ഒന്നുകൂടി സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് ഈ മസാല ഒന്ന് ചിക്കൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുക. ഇനി ഇത് റൈസിൻ്റെ മുകളിലേക്ക് സെർവ് ചെയ്ത് വെച്ചതിന് ശേഷം നടുവിൽ ഒരു ബൗളിൽ ചാർക്കോൾ വെക്കുന്നു, ഓയിൽ ഒഴിക്കുന്നു. 1 അര മണിക്കൂർ ഒന്ന് മൂടി വെച്ച് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി മന്തി റെഡി.